Hello മക്കളെ, അപ്പോൾ നമ്മൾ +1 എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഫ്ലോ ചാർട്ട്സ് ആണ് മിസ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾ എക്സാം ആയിട്ടിരിക്കുമ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് ഓടിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫ്ലോ ചാർട്ട്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ആൻഡ് ഇതിൻ്റെയൊക്കെ നോട്ട്സ് നിങ്ങൾക്ക് എവിടെ കിട്ടും? നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ മക്കളെ, ഇത് ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലോ ചാർട്ടാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലോ ചാർട്ടാണ് നമ്മുടെ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിനെ നമ്മൾ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഇത് ഒന്നുകിലും ഗ്യാപ്പ് ഇട്ടിട്ട് തരാം, ഇവിടെ എന്താണെന്നുള്ളത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വരാം. അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ എല്ലാം തന്നിട്ട് പറയും ഇതിനൊരു ഫ്ലോ ചാർട്ടായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറയും. അപ്പോൾ എങ്ങനെ ചോദിച്ചാൽ എൻ്റെ മക്കൾക്ക് അറിയണം. അപ്പോൾ ഫോർ ബ്രെയിൻ എന്ന് പറയുമ്പോൾ അവിടെ സെറിബ്രം വരും, തലാമസ് വരും, അതിൻ്റെ താഴെയുള്ള ഹൈപ്പോ തലാമസ് വരും. സിമ്പിൾ. ആൻഡ് മിഡ് ബ്രെയിനിലാണ് നമുക്ക് ആ 4 ലോബ്സ് വരുന്നത്. നമ്മളുടെ കോർപോറ ക്വാഡ്രിജെമിന. ക്വാഡ് എന്ന് പറയുമ്പോൾ 4, ആ 4 ലോബ്സ് വരുന്ന കോർപോറ ക്വാഡ്രിജെമിന. ആൻഡ് ഹൈൻഡ് ബ്രെയിനിൽ നമ്മളുടെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടായിട്ടുള്ള സെറിബെല്ലം, പിന്നെ നമ്മളുടെ ഒരു ഉണ്ട പോൺസ്, പിന്നെ ഒരു വടി പോലത്തെ സ്ട്രക്ചർ നമ്മളുടെ മെഡുല്ല. ഓക്കെ, ഇത്രയും ആൾക്കാരാണ് നമ്മളെ ഹൈൻഡ് ബ്രെയിനിൽ വരിക. വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ മക്കൾ നോക്കി വെക്കാം. ഇനി നമ്മളുടെ അടുത്തതാണ് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ന്യൂറൽ കൺട്രോളിൽ നിന്ന് തന്നെ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ടാണ് നമ്മളുടെ ഈ ഒരു ന്യൂറൽ സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ന്യൂറൽ സിസ്റ്റത്തിന് നമ്മൾ സെൻട്രൽ ന്യൂറൽ സിസ്റ്റം എന്നും പെരിഫറൽ ന്യൂറൽ സിസ്റ്റം എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ എന്ന് പറയുമ്പോൾ സെൻറ്ററിലുള്ള ആൾക്കാരാണ് നമ്മളുടെ ബ്രെയിനും സ്പൈനൽ കോഡും. ബ്രെയിനും സ്പൈനൽ കോഡാണ് സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിൽ വരിക. ആൻഡ് ഇവിടെ നിന്ന് വരുന്ന നെർവ്സ്, ക്രാനിയൽ നെർവ്സും നമ്മളെ പെരിഫറിയിൽ നിന്ന് സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന സ്പൈനൽ നെർവ്സുമാണ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് നമുക്കറിയാം അല്ലേ. ക്രാനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും ആണ്. പക്ഷേ ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം എന്നും സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം എന്നും ഡിവൈഡ് ചെയ്യാം. അതിൽ ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത്? ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റത്തിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ടുണ്ട്, സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്സ്, ഇൻറ്റേർണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ്. നിങ്ങൾക്കറിയാം, ഒന്ന് നമ്മൾ എമർജൻസി കണ്ടീഷനിൽ നമ്മൾ ഹാർട്ട് ബീറ്റ് കൂടുക, ലങ്സ് എക്സ്പാൻഡ് ചെയ്യുക, പെരിസ്റ്റാൾസിസ്, അങ്ങനത്തെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ സ്മൂത്ത് മസിൽസിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ആൻഡ് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റത്തിൽ വരുന്നതാണ് നമ്മളുടെ സ്കെലിറ്റൽ മസിൽസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്കുള്ള മെസ്സേജും കൊണ്ടുപോകുന്ന ആൾക്കാരാണ് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റത്തിൽ വരുന്നത്. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് സ്കെലിറ്റൽ എന്ന് ആലോചിക്കാൻ, SS. ഓക്കെ, അങ്ങനെ ആലോചിക്കുക. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ഫ്ലോ ചാർട്ടാണ് നമ്മളുടെ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം. റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം. അപ്പോൾ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ GFR, ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് ആണ് GFR, അത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജെക്സ്റ്റാ ഗ്ലോമെറുലാർ സെൽസ് സ്റ്റിമുലേറ്റഡ് ആകും. അവരെന്ത് സെക്രീറ്റ് ചെയ്യും? റെനിൻ എന്ന് പറയുന്ന ഹോർമോൺ. റെനിൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഒറ്റ എണ്ണേ ഉള്ളൂ. ഇത് സ്പെല്ലിംഗ് മാറിക്കഴിഞ്ഞാൽ 2 എണ്ണ ഇട്ട് കഴിഞ്ഞാൽ മിസ്റ്റേക്കാണ് കേട്ടോ. അപ്പോൾ റെനിൻ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. റെനിൻ നമ്മളുടെ ബ്ലഡിൽ ഇനാക്റ്റീവ് ആയിട്ട് കിടക്കുന്ന ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റും. ആൻജിയോടെൻസിൻ 1 കുറച്ച് കഴിഞ്ഞാൽ ആൻജിയോടെൻസിൻ 2 ആയിട്ട് മാറും. ഓക്കെ, ഈ ആൻജിയോടെൻസിൻ 2 ആണ് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യുന്നത്. വാസോ കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് ബ്ലഡ് പ്രഷർ കൂട്ടും. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് കൂടും. പിന്നെ നമ്മളുടെ എഡ്രീനൽ ഗ്ലാൻഡിനെ, എഡ്രീനൽ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ആൽഡോസ്റ്റിറോൺ ഉണ്ടാക്കും. ആൽഡോസ്റ്റിറോൺ എന്താ ചെയ്യുക? സോഡിയത്തിൻ്റെയും വാട്ടറിൻ്റെയും ഒക്കെ റീഅബ്സോർപ്ഷൻ നടത്തിയിട്ട് പ്രഷർ കൂട്ടും. അങ്ങനെ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം. ഇനി അടുത്തതാണ് നമ്മളുടെ കിഡ്നിയിലൂടെ ഉള്ള യൂറിൻ ഫോർമേഷൻ്റെ ആ ഒരു ഫ്ലോ ചാർട്ട്. അപ്പോൾ നമ്മളുടെ എഫറൻറ്റ് ആർട്ടീരിയോളിലൂടെയാണ് ഫിൽട്രേഷൻ നടക്കാൻ വേണ്ട ബ്ലഡ് ഇങ്ങനെ ഒഴുകി വരിക അല്ലേ. അങ്ങനെ ഫൈനലി ഗ്ലോമെറുലസിലെത്തും. എന്താണ്? എഫറൻറ്റ് ആർട്ടീരിയോസ് കുഞ്ഞു കുഞ്ഞു കാപ്പിലറീസ് ആയിട്ട് മാറിയ ടഫ് ഓഫ് കാപ്പിലറീസ് ആണ് ഗ്ലോമെറുലസ്. ആ ഗ്ലോമെറുലസിന് പിന്നെ ഫിൽട്രേഷൻ നടന്നിട്ട് ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നമ്മളുടെ ഫിൽട്രേറ്റ് എത്തി. ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ടിബ്യൂൾ, അവിടെ നിന്ന് ഹെൻലീസ് ലൂപ്പ്, ദെൻ നമ്മൾ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ടിബ്യൂൾ, കളക്ടിംഗ് ഡക്ട്. കളക്ടിംഗ് ഡക്ട് നമ്മളൊക്കെ അറിയാം, ഒരു കിഡ്നിയിൽ മില്യൺസ് ഓഫ് നെഫ്രോൺസ് ഉണ്ട്. അപ്പോൾ എല്ലാ നെഫ്രോൺസിൽ നിന്ന് വരുന്ന കളക്ടിംഗ് ഡക്റ്റിലൂടെ കളക്റ്റായിട്ട് വരുന്ന യൂറിൻ ഫൈനലി യൂറീറ്റാസിലൂടെ യൂറിനറി ബ്ലാഡറിലെത്തും. ബ്ലാഡറിൽ നിന്ന് നമുക്ക് മിക്ചുറേഷൻ റിഫ്ലെക്സ് ഉണ്ടാകുന്ന സമയത്ത് യൂറീത്രയിലൂടെ നമ്മൾ പുറത്ത് കളയും. ഓക്കെ, അപ്പോൾ നമ്മളുടെ യൂറിൻ്റെ ആ ഒരു ഫ്ലോ ചാർട്ടാണ്. പിന്നെ നമ്മളുടെ സ്റ്റേജസ് ഓഫ് ബ്ലഡ് ക്ലോട്ടിങ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണോ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ആ സ്റ്റേജസ്? ആദ്യം നമ്മളെ പ്ലേറ്റ്ലെറ്റ്സ് ഡീജനറേറ്റ് ചെയ്തിട്ട് പ്ലേറ്റ്ലെറ്റ് ഫാക്ടേഴ്സ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇൻജുറി ടിഷ്യൂ എന്ത് ചെയ്യും? ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യും. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? പ്രോത്രോംബിനേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടാവുന്നത്. ഈ പ്രോത്രോംബിനേസ് ബ്ലഡിലുള്ള പ്രോത്രോംബിനെ, ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും ഇൻ ദി പ്രസൻസ് ഓഫ് കാൽഷ്യം ആൻഡ് വൈറ്റമിൻ കെ. ഈ ത്രോംബിൻ എന്ത് ചെയ്യും? ബ്ലഡിലുള്ള ഇനാക്റ്റീവായ ഫൈബ്രിനോജനെ ഫൈബ്രിൻ ഫൈബേഴ്സ് ആക്കി മാറ്റും. ദീസ് ഫൈബ്രിൻ ഫൈബേഴ്സ് അലോങ് വിത്ത് RBC ആൻഡ് നമ്മളുടെ പ്ലേറ്റ്ലെറ്റ്സ് എന്ത് ഫോം ചെയ്യുന്നു? ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നു. ഇത് ചിലപ്പം ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ X എന്നിട്ടിട്ട് തരാം. ഏതാണ് എൻസൈം? നമ്മളുടെ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നത് ഏത് എൻസൈമാണ്? അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ തരാം, ഇവിടെ X എന്ന് തരാം. എന്നിട്ട് പറയും ഫൈബ്രിനോജൻ എന്തായിട്ടാണ് മാറുന്നത്, ആരായിട്ടാണ് മാറുന്നത്? അല്ലെങ്കിൽ ചോദിക്കും ഏത് വൈറ്റമിൻ ആണ് ഇവിടെ എസെൻഷ്യൽ ആയിട്ടുള്ളത്, ഏത് മിനറലാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് അത്യാവശ്യം, ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പം ബ്ലഡ് ക്ലോട്ടിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മളുടെ അടുത്തതാണ് നമ്മളുടെ ഹാർട്ട്. നമ്മൾ പറഞ്ഞു മയോജനിക്കാണ്, ഓട്ടോ എക്സൈറ്റബിൾ ആണ്, സ്വയം എന്തുണ്ടാക്കാൻ പറ്റും? ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് പറ്റുന്നത്? ഇത് തരും, എന്നിട്ട് നമ്മളോട് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ റൈറ്റ് ഏട്രിയത്തിലാണ് SA നോഡ് അല്ലെങ്കിൽ സൈനോ ഏട്രിയൽ നോഡ് ഉള്ളത്. ഇത് എങ്ങോട്ടേക്ക് പാസ് ചെയ്യും? AV നോഡിലേക്ക് കൊടുക്കും. AV നോഡിൽ നിന്ന് AV ബണ്ടിൽ വരും, അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ, പിന്നെ നമ്മളുടെ പുർക്കിഞ്ചെ ഫൈബേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിലിന് ഒരുമിച്ച് നമുക്ക് ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് വേണേൽ പറയാം കേട്ടോ, ബണ്ടിൽ ഓഫ് ഹിസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു ഫ്ലോ. ഇനി നമ്മളുടെ നെക്സ്റ്റ് ആണ് നമ്മളുടെ ഡബിൾ സർക്കുലേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹാർട്ടിലൂടെ ഒരു കാർഡിയാക് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് 2 തവണ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു പൾമണറി സർക്കുലേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഒരു സിസ്റ്റമിക് സർക്കുലേഷനും ഉണ്ട്. അപ്പോൾ പൾമണറി എന്ന് പറയുമ്പോൾ അതിനർത്ഥം തന്നെ ലങ്സ് ആണ്. ലങ്സിലേക്ക് പോകുന്നതും ലങ്സിൽ നിന്ന് തിരികെ വരുന്നതും, അത്രേ ഉള്ളൂ. ഓക്കെ, സിസ്റ്റമിക് എന്ന് പറയുമ്പോൾ നമ്മളുടെ സിസ്റ്റം, നമ്മളുടെ ബോഡിയാണല്ലേ. അപ്പോൾ ബോഡിയിലേക്ക് ബ്ലഡ് കൊടുക്കുന്നതും അവിടെ നിന്ന് തിരിച്ചു വരുന്നതും. അപ്പോൾ നമ്മുടെ പൾമണറി സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ലങ്സിലേക്ക് പോകാൻ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നല്ലേ. ഓക്സിജനേഷന് വേണ്ടിയിട്ട് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് അവർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് നമ്മളെ പൾമണറി ആർട്ടറി അവരെ ലങ്സിലെത്തിക്കും. അവിടെ ഓക്സിജൻ കൊടുക്കുന്നു, നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഓക്സിജനൊക്കെ കിട്ടിയ ഓക്സിജനേറ്റഡ് ബ്ലഡുമായിട്ട് പൾമണറി ലങ്സിലേക്ക് പോയത് പൾമണറി ആർട്ടറി, തിരിച്ചു വന്നത് പൾമണറി വെയിൻ. ഓക്സിജനേറ്റഡ് ബ്ലഡും കൊണ്ട് നമ്മൾ ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുമ്പോൾ അതോടുകൂടി നമ്മളെ പൾമണറി സർക്കുലേഷൻ കഴിഞ്ഞു. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ പൾമണറി സർക്കുലേഷനിൽ വരിക, റൈറ്റ് വെൻട്രിക്കിൾ ടു ലെഫ്റ്റ് ഏട്രിയം. അപ്പോൾ ലെഫ്റ്റ് ഏട്രിയത്തിൽ ഇപ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഉണ്ട്. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വീണു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട അതിനെങ്ങോട്ട് കൊണ്ടുപോയി? നമ്മളുടെ ബോഡി പാർട്സിലേക്ക് കൊണ്ടുപോയി. നമ്മുടെ കയ്യിലുള്ള ഓക്സിജൻ ബോഡിക്ക് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ തിരിച്ചു വാങ്ങി. അപ്പോൾ നമ്മളുടെ വീന കാവ, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവ, അതിന് നമ്മൾ റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി നമ്മളുടെ സിസ്റ്റമിക് സർക്കുലേഷൻ കംപ്ലീറ്റ് ആയി. ഇങ്ങനെ 2 തവണ, ഒരു തവണ നോക്കിക്കേ നമ്മളുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കയറി, പിന്നെ റൈറ്റ് ഏട്രിയത്തിലേക്ക് കയറി, 2 തവണ ബ്ലഡ് കടന്നു പോകുമ്പോഴാണ് ഒരു കാർഡിയാക് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. സോ നമ്മളിതിനെ പറയും ഡബിൾ സർക്കുലേഷൻ. നമ്മൾക്ക് മാമൽസിനും എയ്ഡ്സിനുമാണ് ഇതുള്ളത്. ഓക്കെ, അപ്പോൾ വെൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ചേമ്പേഴ്സ് ഉണ്ടെങ്കിലേ ഇത് പറ്റുള്ളൂ. പിന്നെ നമ്മൾ ലങ്സിലൂടെ എയറിൻ്റെ പാസേജ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ നോസ്ട്രിൽസ്, അറ്റ്മോസ്ഫിയറിക് എയർ നമ്മൾ നോസ്ട്രിൽസിലൂടെ നേസൽ ചേമ്പർ, പിന്നെ നമ്മളെ ഫാരിങ്സ്, ദെൻ നമ്മളെ ലാരിങ്സ്, ദെൻ ട്രക്കിയ, ദെൻ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ബ്രോങ്കൈയിൽ നിന്ന് ബ്രോങ്കിയോൾസിൽ നിന്ന് ആൽവിയോളായി. ഇവിടെയാണ് നമ്മളുടെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത ഫ്ലോ ചാർട്ടാണ് നമ്മളെ എൻഡോമെംബ്രെയിൻ സിസ്റ്റം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ എൻഡോമെംബ്രെയിൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സെല്ലിൻ്റെ അകത്തുള്ള സെൽ ഓർഗനൽസിൽ ഈ 4 ആൾക്കാർ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലെക്സ്, ലൈസോസോം ആൻഡ് വാക്യൂൾ, ഇവർ 4 ആൾക്കാർ കോർഡിനേറ്റഡ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇവരുടെ ഫംഗ്ഷൻസ് കോർഡിനേറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇവരെ ചേർത്ത് എന്ത് പറയും? എൻഡോമെംബ്രെയിൻ സിസ്റ്റം എന്ന് പറയും. ഇനി അടുത്തത് ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ ചോദിക്കുന്ന പ്ലാസ്റ്റിഡ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിലും പിന്നെ യുഗ്ലീന പോലത്തെ നമ്മുടെ പ്രൊട്ടിസ്റ്റയിലും കാണുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ആണ്. ഇതിനകത്ത് എന്തുണ്ട്? ചില പിഗ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിലാണെങ്കിൽ ക്ലോറോഫിൽ ഉണ്ട്, ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്ന ഫോട്ടോസിന്തസിസ്. ആൻഡ് ക്രോമോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെറോട്ടിൻ, സാന്തോഫിൽ പോലത്തെ പിഗ്മെൻറ്റ്സ് ഉണ്ട്, കളർ കൊടുക്കുക നമ്മളെ ഫ്ലവേഴ്സിന്, അതുപോലെ തന്നെ ലീവ്സിന്,
അങ്ങനത്തെ കളർ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഫംഗ്ഷൻ. ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റിന് അങ്ങനെ കളറിങ് പിഗ്മെൻറ്റ്സ് ഒന്നുമില്ല. ഇവരുടെ ഫംഗ്ഷന് സ്റ്റോറേജ് ആണ്. അപ്പോൾ സ്റ്റോർ ചെയ്യുന്ന മെറ്റീരിയലിനനുസരിച്ച് നമുക്കിതിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ മൈലോ എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് അല്ലേ, അപ്പോൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സ്റ്റാർച്ചാണ് സ്റ്റോർ ചെയ്യുക. എല്യൂറോ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻ സ്റ്റാർച്ച് അല്ലെ കാർബോഹൈഡ്രേറ്റ്, നമുക്ക് ഏറ്റവും കൂടുതൽ വേണം അല്ലെ എനർജി പ്രൊഡക്ഷൻ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീൻ, അതും ഒരേ. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മളുടെ ഇലിയോപ്ലാസ്റ്റ് ആണ്, നമ്മളുടെ ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ് സ്റ്റോർ ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതാണ് നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അനിമൽ കിങ്ഡത്തിൻ്റെ വെർട്ടബ്രേറ്റ. നമുക്കറിയാം നമ്മൾ കോഡേറ്റ് ചെയ്യുന്നത് നമ്മൾ സെഫാലോ കോഡേറ്റ, യൂറോ കോഡേറ്റ ആൻഡ് വെർട്ടബ്രേറ്റ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ വെർട്ടബ്രേറ്റേനെ തന്നെ നാത്ത അല്ലെങ്കിൽ ജോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ബേസിസിൽ നമ്മൾ നാത്തോസ്റ്റൊമാറ്റ, നാത്തോ ഉള്ളവർ, നമ്മുടെ സ്റ്റോമ എന്ന് പറഞ്ഞാൽ മൗത്തിന് താഴെ നാത്തോ ഉള്ളവരാണെങ്കിൽ നാത്തോസ്റ്റൊമാറ്റ, അതില്ലാത്തവരാണെങ്കിൽ എഗ്നാത്ത. അതിൻ്റെ ഒരു ക്ലാസ്സാണ് സൈക്ലോസ്റ്റൊമാറ്റ. സ്റ്റോമ എന്ന് പറഞ്ഞാൽ മൗത്ത്, സൈക്ലിക്കൽ സക്കിങ് മൗത്ത് ഉള്ള കാറ്റഗറിയാണ് സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇനി നാത്ത ഉള്ളവരെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇത് ഡിവിഷനാണ് കേട്ടോ, ഇത് ഡിവിഷനാണ്. എഗ്നാത്ത ആൻഡ് നാത്തോസ്റ്റൊമാറ്റാസ് ഡിവിഷൻ. ഇവരെ നമ്മൾ 2 സൂപ്പർ ക്ലാസ്സസ് ആക്കി ഡിവൈഡ് ചെയ്തു. സൂപ്പർ ക്ലാസ് സ്പീസീസ് ആൻഡ് സൂപ്പർ ക്ലാസ് ടെട്രാപോഡ ഓൺ ദ ബേസിസ് ഓഫ് അവരുടെ ലോക്കോമോട്ടറി ഓർഗൻ. അവർക്ക് എന്ത് ലോക്കോമോട്ടറി ഓർഗൻ ആണുള്ളത്? ലോക്കോമോട്ടറി ഓർഗൻ. ഇവർക്ക് ഫിൻസ് ഉണ്ട്. ഫിൻസ് ഉള്ളവർ, ചിറകുള്ള ആൾക്കാർ നമ്മുടെ പീസസ് എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്സും, ലിംബ് കാലുകളുള്ളവർ, 4 കാലുകളുള്ളതുകൊണ്ട് ടെട്രാപോഡ എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്സും. അതിൽ വരുന്ന പീസസിൽ വരുന്ന ക്ലാസ്സാണ് ക്ലാസ് കോൺട്രിക്റ്റീസും ക്ലാസ് ഓസ്റ്റിക്റ്റീസും. കോൺട്രിക്റ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കാർട്ടിലേജിനസ് ഫിഷസ്, ഓസ്റ്റിക്റ്റീസ് ബോണി ഫിഷസ്. ആൻഡ് ഇവിടെ ലിംസ് ഉള്ളവരെ നമ്മൾ ക്ലാസ് ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ്, മാമൽസ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മളെ ലാസ്റ്റ് ഡയഗ്രാം ആനിമൽ കിങ്ഡത്തിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഉള്ള ആളാണ്. നമ്മളുടെ കിങ്ഡം അനിമേലിയനെ നമ്മൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, ഈ ഓർഡർ നോക്കി വെച്ചോളൂ മക്കളെ. സെല്ലുലാർ ലെവൽ, ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം, ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. സിമെട്രിയിൽ എസിമെട്രി, റേഡിയൽ, ബൈലാട്രൽ. നമുക്കറിയാം റേഡിയൽ സിമെട്രി വരുന്നതാണ് നമ്മളെ സീലൻഡ്രേറ്റ ആൻഡ് ടീനോഫോറ. ഇവർ രണ്ടുപേരും എല്ലാ കാര്യത്തിലും ഏകദേശം ഒരുമിച്ചാണ്. നമ്മളെ എസീലം, എസിമെട്രി എല്ലാം വരുന്നത് പോറിഫെറ. പിന്നെ ബൈലാറ്ററൽ സിമെട്രി ഉള്ള ബാക്കി ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ എസീലോമേറ്റ്സ് ആണ് പ്ലാറ്റി, സ്യൂഡോ ആണ് ആഷ്യൽമിന്തസ്, ബാക്കി എല്ലാവരും തന്നെ ട്രൂ സീലുള്ള ആൾക്കാരാണ്. ഈ ഓരോ പൊസിഷൻ നോക്കി വെക്കുക, അവിടെ ഗ്യാപ്പ് ഇട്ട് തന്നിട്ട് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്ലോ ചാർട്ട്സ് ആണ്. എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയി മനസ്സിലായി യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ മിസ്സിനെ കമൻസിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് നമ്മളുടെ +1 എക്സാം അടിപൊളിയായിട്ട് എഴുതാം.